നിങ്ങൾക്കറിയാമോ ആരാണ് ഓസ്കർ ഷിൻഡലർ എന്ന്? രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയുടെ നിയന്ത്രണത്തിൽ പോളണ്ടിലെ ക്രാക്കോവ് നഗരത്തിൽ ഒരു ഫാക്ടറി പ്രവർത്തിച്ചിരുന്നു. ആ ഫാക്ടറിയുടെ ഉടമയായിരുന്നു ഓസ്കാർ ഷിൻഡലർ എന്ന ജർമ്മൻ വ്യവസായി. യുദ്ധത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ലാഭം മാത്രമായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകേണ്ട യഹൂദ തൊഴിലാളികളെ കുറഞ്ഞ ചെലവിൽ ജോലി ചെയ്യിപ്പിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. പക്ഷേ ക്രോക്കോവ് ഗെറ്റോയിൽ അദ്ദേഹം കണ്ട സംഭവങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി. കുട്ടികളെയും വൃദ്ധരെയും സ്ത്രീകളെയും വെടിവെച്ച് കൊല്ലുന്നത് അദ്ദേഹം നേരിൽ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സമീപനം തന്നെ മാറി. അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് ഒരു ജോലി മാത്രമല്ല, ഒരു സംരക്ഷണം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യഹൂദരെ മരണ ക്യാമ്പുകളിലേക്ക് അയക്കാതിരിക്കാൻ പല വഴികളിലും ഉപയോഗിച്ചു. നാസി ഉദ്യോഗസ്ഥർക്ക് ഇതിനായി അദ്ദേഹം കൈക്കൂലി നൽകി, വ്യാജരേഖകൾ തയ്യാറാക്കി കൊടുത്തു. പക്ഷെ നാസി പറഞ്ഞു ആളുകൾ വേണം യുദ്ധത്തിനെന്ന്. 1944 തൊഴിലാളികളെ ഓഷ്വിറ്റ്സിലേക്ക് അയക്കാനുള്ള ഉത്തരവ് വന്നപ്പോൾ ഷിൻഡലർ ഒരു പട്ടിക തയ്യാറാക്കി കൊടുത്തു. ഈ പട്ടിക ഇന്നും ഷിൻഡലറിൻ്റെ ലിസ്റ്റ് എന്നറിയപ്പെടുന്നു. ആ പട്ടികയിൽ ഉണ്ടായിരുന്ന ഓരോ പേരും ഓരോ മനുഷ്യജീവിതമായിരുന്നു. അദ്ദേഹം മുഖേന ഏകദേശം 1200 പേർ അതുവഴി രക്ഷപ്പെട്ടു. യുദ്ധം അവസാനിക്കുമ്പോൾ ഷിൻഡലർ സാമ്പത്തികമായി തകർന്നടിഞ്ഞു. എന്നാലും അദ്ദേഹം രക്ഷിച്ച ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വീരനായി തുടർന്നു. അവർ തന്നെ പറഞ്ഞു, ഈ മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല എന്ന്.